സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ, ദൈവരാജ്യ സംബന്ധമായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനുണ്ട്. അതിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ പൗലോസ് തയ്യാറാകുന്നു. നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ലക്ഷ്യങ്ങളുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ, സെറ്റ് ഗോൾസ്, ലക്ഷ്യങ്ങളുള്ളവരായി തീർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അച്ചടക്കം നടപ്പിലാക്കുവാൻ കഴിയത്തുള്ളൂ. 1 വർഷം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ച് തീർക്കുവാൻ പോകുന്നു, 6 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ച് തീർക്കുവാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. പാസ്റ്ററെ കുറിച്ച് 110 കിലോ ഉണ്ടായിരുന്നു. തൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്ന് തനിക്ക് മനസ്സിലായപ്പോൾ ലക്ഷ്യം വെച്ചു. 30 കിലോ കുറയ്ക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചു. അതിനുവേണ്ടി തൻ്റെ ജീവിതത്തിൽ അച്ചടക്കങ്ങളെ നടപ്പിലാക്കി, സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവന്നു. ഫലം എന്താണ്? ഞാൻ അദ്ദേഹത്തെ ഈ പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു യൗവനം തിരികെ ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. 30 കിലോയോളം ശരീരവണ്ണം വെയിറ്റ് കുറച്ചു. ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടപ്പിലാക്കുവാൻ ജീവിതത്തിൽ ഡിസിപ്ലിൻ ചെയ്തു. ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്തു. ഡിസിപ്ലിൻ ചെയ്തോട് കൂടെ തന്നെ ആ സെൽഫ് കൺട്രോൾ വന്നു. ഭക്ഷണത്തിൻ്റെ മേലാണ് സെൽഫ് കൺട്രോൾ വന്നത്. രാവിലെ ഇത്രയും ഭക്ഷണം മാത്രം, ഉച്ചയ്ക്ക് ഇത്രയും ഭക്ഷണം മാത്രം, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായി നടപ്പിലാക്കി.